നല്ലതും ചീത്തയുമായ സമയത്തെ എങ്ങനെ നേരിടും? ഈ ലോകത്ത് ജനിച്ച എല്ലാ മനുഷ്യനും തൻ്റെ ജീവിതയാത്രയിൽ എപ്പോഴെങ്കിലും തീർച്ചയായും സുഖവും ദുഃഖവും ലാഭവും നഷ്ടവും ജയവും പരാജയവും ഒക്കെ അനുഭവിക്കേണ്ടി വരും. എന്നാൽ ഈ എല്ലാ അവസ്ഥകളിലും അത് കഴിഞ്ഞ് അടുത്തത് വരും എന്ന ബോധത്തോടെ മനസ്സിൻ്റെ ശക്തി ചോർന്നു പോവാതെ നിൽക്കാൻ സാധിക്കുന്ന വ്യക്തിക്ക് മാത്രമേ ജീവിതത്തിൽ സമചിത്തതയോടെ ഏത് അവസ്ഥയെയും നേരിടാൻ കഴിയുകയുള്ളൂ. സമാധാനപരമായ ജീവിതം നയിക്കാനുള്ള ഒരേ ഒരു വഴി എല്ലാ സാഹചര്യങ്ങളെയും തുല്യമായി പരിഗണിക്കുക എന്നതാണ്. വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ സമചിത്തതയുള്ള വ്യക്തി എപ്പോഴും അതത് സന്ദർഭത്തിൻ്റെ സ്വഭാവം മനസ്സിലാക്കി ഒന്നിനോടും കൂടുതൽ അടുക്കാതിരിക്കാൻ ശ്രമിക്കും. കാരണം ഈ അടുപ്പം കൊണ്ട് കാര്യമില്ല എന്ന് അവർക്ക് നന്നായി അറിയാം. അങ്ങനെയുള്ള വ്യക്തിക്ക് താൻ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുന്നു, അതിൻ്റെ ഫലം അനുഭവിക്കുന്നു എന്ന ബോധ്യത്തിൽ കർമ്മം ചെയ്യാൻ കഴിയും. അങ്ങനെ കർമ്മം ചെയ്യുന്നവർക്ക് താൻ ചെയ്യുന്നതിൽ അഹങ്കരിക്കാനോ അഭിമാനിക്കാനോ താല്പര്യമുണ്ടാവില്ല. ആ വ്യക്തി ധർമ്മമനുസരിച്ചുള്ള കർമ്മം ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത്. അവരെ കർമ്മത്തിൻ്റെ ഫലം ബാധിക്കുകയില്ല. സുഖദുഃഖങ്ങളെയും ലാഭനഷ്ടങ്ങളെയും ജയപരാജയങ്ങളെയും ഒരേപോലെ കണ്ടുകൊണ്ട് കർമ്മം ചെയ്യുന്ന വ്യക്തിയെ അതിൻ്റെ ഫലം ബാധിക്കുകയില്ല.